എടി പിള്ളേരൊക്കെ ഉറങ്ങിയോ? ആ ഉറങ്ങി ചേട്ടാ. ചേട്ടൻ ഉറങ്ങുന്നില്ലേ? എന്താ നീ എന്താ ഉറങ്ങാത്തത്? എനിക്കാണെങ്കിൽ ആ ഷോളിന്റെ കാര്യം ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല ചേട്ടാ. ആ രത്നക്കല്ലുകളും ഒക്കെ അങ്ങ് മനസ്സിൽ വരുക. നിങ്ങൾ രണ്ടാളും ഇവിടെ ഇരിക്കുന്നേ ഉള്ളോ? അയ്യോ ദേ അമ്മ വരുന്നു. അമ്മ ഉറങ്ങിയില്ലേ? എനിക്ക് ആ ഷോളിന്റെ കാര്യം ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല മോളെ. അപ്പൊ നമ്മുടെ മൂന്ന് പേരുടെ അവസ്ഥ ഇത് തന്നെ അല്ലേ? മോനെ ഞാനൊരു കാര്യം പറയാം. നമുക്ക് ആ ഷോൾ അങ്ങ് പോലീസിനെ തിരിച്ചേൽപ്പിച്ചാലോ? അത് ശരിയാ ചേട്ടാ. ആ ഷോൾ അങ്ങ് തിരിച്ച് പോലീസിനെ ഏൽപ്പിക്കാം. അതായത് നമുക്ക് അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറക്കം വരാത്തത്. ശരിയാ നിങ്ങൾ പറയുന്നത്. എന്തായാലും നമുക്ക് നാളെ അങ്ങനെ തന്നെ ചെയ്യാം. എന്തായാലും ഇത് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കാൻ തോന്നിയത് നല്ല കാര്യം. ഇത് എത്ര വില മതിക്കുന്നതാ? 1 കോടിയോളം വില മതിക്കുന്ന ഒരു സാധനം ഇത്. രത്നങ്ങളും പവിഴങ്ങളും ആയതിലാണ് ഇത് പതിച്ചിരിക്കുന്നത്. എത്രയൊക്കെ ആണെങ്കിലും ഞാനൊരു പോലീസുകാരനല്ലേ സാർ? അതെ, പോലീസുകാർക്ക് എവിടെ പോയാലും കള്ളം ചെയ്യാൻ പറ്റില്ല. അതെ അതെ. നിനക്ക് വേറെ എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിച്ചു തരാം. എന്താ പിള്ളേരെ? ആ ഷോള് തിരിച്ചു കൊടുക്കുന്നുണ്ട് കരച്ചില്ല. മോന് വേറെ നല്ല കളിപ്പാട്ടം വാങ്ങിച്ചു തരാം അമ്മ കേട്ടോ. എന്തായാലും നിങ്ങൾ കള്ളമൊന്നും കാണിച്ചില്ലല്ലോ. ഇത്ര സത്യസന്ധത കാണിച്ചേനെ നിങ്ങൾക്ക് എന്തായാലും ഒരു റിവാർഡ് ഉണ്ട് കേട്ടോ. റിവാർഡോ? എന്താ സാർ? ഈ സാധനം ആണെങ്കിൽ ആരെങ്കിലും കണ്ടെടുത്ത് തരുന്നതാണെങ്കിൽ അവർക്കാണെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിൽ ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു 10 ലക്ഷം രൂപ. ആ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. കണ്ടോ അമ്മേ, നമ്മളെ ദൈവം കൈവിട്ടില്ല. 10 ലക്ഷം രൂപ കിട്ടുമല്ലേ മോനെ? പക്ഷേ നമ്മൾ അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ചേട്ടാ ഇത് തിരിച്ചു കൊണ്ട് കൊടുത്തത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഓരോ നന്മ ചെയ്തു കഴിഞ്ഞാൽ തിരികെ നന്മ കിട്ടും. ശരി സാർ, എന്താ ഞങ്ങൾ പോട്ടെ. നിങ്ങളൊന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോവാണോ? അതെ സാർ, ഞങ്ങൾ തിരിച്ചു പോവാ കേരളത്തിലേക്ക്. ഇപ്പോ ഒരു 5:30 ആകുമ്പോൾ ഫ്ലൈറ്റ് ഉണ്ട്. എന്നാ ശരി സാർ. ഓക്കെ ഇനി കാണാം ഭാഗ്യമുണ്ടെങ്കിൽ. ടാറ്റ ടാറ്റ. അമ്മേ ഒരു കാര്യം അറിയാമേ? എന്താ മോളെ? ആ കിങ്ങിണിക്ക് വീട്ടുകാർക്കാണെങ്കിലേ വലിയ എന്താ സമ്മാനം കിട്ടിയിരുന്നു. അവരാണെങ്കിൽ ടൂർ പോയപ്പോഴാണെങ്കിൽ അവർക്ക് ഇത് സ്വർണ്ണോ രക്തം എന്തൊക്കെ കളഞ്ഞു കിട്ടി. അത് പിന്നെ അവർ തിരിച്ച് പോലീസിനെ ഏൽപ്പിച്ച് അതിനാണെങ്കിൽ ഇവർക്ക് വേണ്ട പാരിതോഷികം കണ്ടാ കിട്ടിയത് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയോ? അതെ അമ്മേ. ഓ ഇനി അത് വെച്ച് വിലസും ഇനി നമ്മുടെ മുമ്പിൽ കിടന്നേ അവര്. ശരി അമ്മേ. ടൂറും പോയി അവർക്ക് ഇപ്പം ഈ സമ്മാനം കിട്ടി. അത് തന്നെയല്ല അമ്മേ, ടൂർ പോയെങ്കിൽ ഇവർക്കാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അത് ഇവർക്ക് ഭാഗ്യമായിരുന്നു അമ്മേ. ഇവരാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിച്ചപ്പോഴേ അവിടെ നിന്നാണെങ്കിൽ ഇവർക്കാണെങ്കിൽ ഇതൊരു ഗിഫ്റ്റ് കൂപ്പൺ എന്തോ കിട്ടി. അത് അവർ പൂരിപ്പിച്ച് അവിടെ കൊണ്ടിട്ട് അതിന് ഫസ്റ്റ് ഇവർക്കായിരുന്നു. അങ്ങനെ ഇവർക്കാണെങ്കിൽ ഫ്രീ ടിക്കറ്റില്ല ഇവരാണെങ്കിൽ അവിടെ ടൂറിന് പോയത്. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും ഫ്രീ. അവിടെ ചെന്നപ്പോഴോ ഇപ്പം ഇങ്ങനെ ഒരു സമ്മാനം കിട്ടി. എനിക്കിനി അവരുടെ അഹങ്കാരം കാണണ്ടേ. ഞാൻ ഇവിടുന്ന് എവിടെയോട്ടിലും താമസം മാറി പോവാ. അങ്ങനെ പറയാൻ വരട്ടെ മോളെ. ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് അവർ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇതൊക്കെ സത്യമാണ്. ഞാൻ പിന്നെ വെറുതെ കള്ളം പറയുമോ? പിന്നെ ആരോ വന്നമ്മേ? എന്നാലും 10 ലക്ഷം രൂപ വെറുതെ കിട്ടിയല്ലോ അവർക്ക്. അമ്മ ഇതേ കുട്ടുവാണെങ്കിൽ കുറെ മുട്ടായി ആയിട്ട് വന്നതാ. അവരായി ടൂറൊക്കെ പോയിട്ട് വന്നതല്ലയോ. ഞാൻ കുറെ മുട്ടായി കൊണ്ടുവന്നു. ഇവരിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കാലോ. ടൂറൊക്കെ കഴിഞ്ഞ് വലിയ ആള് കളിച്ച് വന്നേക്കോ. എന്നിട്ട് ചോക്ലേറ്റ് എവിടെ കുട്ടുപോനെ? ചോക്ലേറ്റ് ഞാൻ കയറി എടുത്തെടുത്ത് വെച്ചു. ഭയങ്കര വെയിറ്റ്, ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ പാടായിരുന്നതാ. ഒരുപാടുണ്ടോ മോനെ ചോക്ലേറ്റ്? ഒരുപാടൊന്നും വേണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ ഇവള് മാത്രമല്ലേ ഉള്ളൂ കഴിക്കാൻ. ഞാനെങ്കിൽ അങ്ങനെ ചോക്ലേറ്റ് ഒന്നും കഴിക്കത്തില്ല. എനിക്കാണെങ്കിൽ ഷുഗർ ഒക്കെയാ. ശരി കുട്ടുപോനെ, ഞാനും കൂടെ വരാം മുട്ടായി എടുക്കാൻ വേണ്ടി. കുട്ടുപോനെ നീ ഒക്കെ ഇവിടെ വരെ കൊണ്ടുവന്നത്? ഞാൻ കുറെ പാടുപെട്ട്. എന്നാ കിങ്ങിണിയില്ലായിരുന്നു അവിടെ? കിങ്ങിണി ചേച്ചി ആണെങ്കിൽ അവിടെ കുളിക്കുക. അപ്പൊ പിന്നെ ഞാൻ എടുത്തോണ്ട് പോകുന്നു. മോൻ എന്നിട്ട് പറഞ്ഞില്ലേ അമ്മയോട് ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യം? ഇല്ല, അവരാരും അറിയാമോ ഞാൻ എടുത്തോണ്ട് പോകുന്നത്. എന്തായാലും ഇവിടേക്ക് തരാൻ വേണ്ടിട്ട് വെച്ചിരുന്ന മുട്ടായി ഞാൻ പിന്നെ എടുത്തോണ്ട് പോകുന്നു. അവരോടൊന്നും പറഞ്ഞില്ല ഇങ്ങോട്ട് വരുവാന്ന്. ഇത് തന്നെ അവസരം. ഇതാണെങ്കിൽ ഈ റൂമിലൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഉറുമ്പ് കയറും മുട്ടായി. ഞങ്ങളുടെ താഴെ ഈ ഒരു റൂമുണ്ടേ, അവിടെ നല്ല സേഫാ. അവിടെ കൊണ്ട് വെക്കാം. നീ ഇവിടെ വരാൻ വേണ്ടിട്ട്. ഇവിടെ മതി. ഇവന് ഇനി ഈ മുറിക്കകത്ത് ഊട്ടിയിട്ടേക്കാം കുറച്ചു നേരം. അവിടെ കണ്ട് കരയട്ടെ. നിൽക്കുമ്പോനെ അവിടെ നിൽക്കുമ്പോനെ ഞാനേ വേറൊരു പാത്രം എടുത്തോണ്ട് വരട്ടെ. ആ പാത്രത്തിൽ ഇട്ട് വെക്കിയത്, അല്ലെങ്കിൽ ഈ ഉറുമ്പ് കയറും. അവിടെ നിന്നോ കേട്ടോ. ചേച്ചി ഇപ്പം വരാവേ. അയ്യോ എന്തിനു മേടിക്കുന്നേ? മേടിക്കൊന്നും വേണ്ട. എന്താ വെളിയിൽ ഒച്ചയൊക്കെ ഇങ്ങോട്ട് കേൾക്കുന്നത്? ഞങ്ങൾക്ക് നല്ലപോലെ കേൾക്കാമല്ലോ പുറത്തുള്ള ഒച്ചയൊക്കെ. കാക്കയൊക്കെ കരയുന്നതായിട്ടില്ലേ? അതൊന്നും പേടിക്കൊന്നും വേണ്ട. ഞാൻ ഇപ്പൊ പാത്രം എടുത്തോണ്ട് വരാം. എടാ അവിടെ നിൽക്കണ, ഞാൻ ഇപ്പൊ ഓടി വരാം. ഇത് കണ്ടെങ്കിൽ ആ സമയം ഉറുമ്പ് കയറി പോകും. അതുകൊണ്ടാ. എന്താ രണ്ടാളും കൂടെ ഒരു തർക്കം? കിങ്ങിണി വന്നോ? അയ്യോ എന്റെ പ്ലാൻ മൊത്തം പൊളിഞ്ഞി. ഒന്നും നടക്കത്തില്ല. ഇത് ആരും കിങ്ങിണി. എങ്ങനെ ഉണ്ടായിരുന്നു ടൂറൊക്കെ? ടൂറൊക്കെ അടിപൊളിയായിരുന്നു. എടാ കുട്ടു, നീ എന്താ പറഞ്ഞിട്ട് പറഞ്ഞു? നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം തിരക്കി അറിയാവോ? എന്നാ വേഗം വാ, അമ്മ ചായ ഇട്ട് വെച്ചിട്ട് നിന്നെ വിളിക്കുന്നു. ശരി.